മുമ്പെങ്ങുമില്ലാത്ത വിധം പ്രതിസന്ധിയിൽ നിന്നും പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ് കേരളത്തിലെ CPM. ഗുരുതരമായ തരത്തിൽ അതിലെ ആഭ്യന്തര പ്രതിസന്ധി മൂർച്ഛിക്കുകയാണ്. ഇതിനിടയിലാണ് CPM-മായി ഉടക്കിപ്പിരിഞ്ഞ PV അൻവർ MLA കോൺഗ്രസിലേക്ക് പോരുന്നത്. കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ വെച്ച് മുസ്ലിം ലീഗ് നേതാക്കളുമായും പിന്നീട് KPCC അധ്യക്ഷനുമായും PV അൻവർ കൂടിക്കാഴ്ച നടത്തിയതോടെയാണ് UDF പ്രവേശനത്തിന് PV അൻവർ നീക്കം ഊർജിതമാക്കിയത്. കേരളത്തിന് പുറത്തുള്ള പാർട്ടിയുമായി ലയിച്ചോ മുന്നണിയിൽ ചേർന്നോ പ്രവർത്തിക്കാനുള്ള അൻവറിന്റെ ആദ്യ നീക്കം പാളിയിരുന്നു. ആദ്യം തമിഴ്നാട്ടിലെ DMK-യുമായും പിന്നീട് സമാജ്വാദി പാർട്ടി നേതാക്കളുമായും അൻവർ ചർച്ച നടത്തിയെങ്കിലും അതൊന്നും ഫലവത്തായില്ലായിരുന്നു. പാലക്കാട് ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് UDF-മായി സഹകരിക്കാൻ PV അൻവർ ശ്രമിച്ചിരുന്നുവെങ്കിലും ഉപാധികൾ വെച്ചതോടെ കോൺഗ്രസ് പിൻവലിയുകയായിരുന്നു. പ്രതിപക്ഷ നേതാവിന്റെ നിലപാടാണ് അൻവറിനെ കോൺഗ്രസുമായി അടുക്കുന്നതിന് ഒരു വിലങ്ങുതടിയായി നിൽക്കുന്നത്. അൻവർ ഇടതുമുന്നണിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ UDF-ന്റെ ഭാഗമാകാനുള്ള ശ്രമം നടത്തുന്നുണ്ടായിരുന്നു. അതിന് മങ്ങലേറ്റത് ചേലക്കരയിലും പാലക്കാടും ഉപതെരഞ്ഞെടുപ്പ് നടന്ന ഘട്ടത്തിലാണ്. അതിൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ DMK പിന്തുണ അത് UDF-ന് തന്നെയായിരുന്നു. ചേലക്കരയിൽ കോൺഗ്രസിൽ നിന്ന് ഒരാളെ ഇറക്കി അവിടെ മത്സരിപ്പിക്കുകയും അതിൽ കോൺഗ്രസുമായി വിലപേശലിന് മുതിരുകയും ചെയ്തു. ആ ഘട്ടത്തിലാണ് പ്രതിപക്ഷ നേതാവുമായുള്ള തർക്കം ഉണ്ടാവുകയും അതിൽ ആ ബന്ധം ഏതാണ്ട് അവസാന മട്ടിൽ കാര്യങ്ങൾ വഷളാവുകയും ചെയ്തത്. പക്ഷെ ആ ഘട്ടത്തിലും PV അൻവർ അനൗപചാരികമായി പറഞ്ഞത് മുസ്ലിം ലീഗ് നേതാക്കളുമായി ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നുള്ളതായിരുന്നു. മുസ്ലിം ലീഗ് അൻവറുമായി ചർച്ചകൾക്കായി അബ്ദുൽ വഹാബിനെയും ET മുഹമ്മദ് ബഷീറിനെയുമാണ് ചുമതലപ്പെടുത്തിയത്. PK കുഞ്ഞാലിക്കുട്ടി ആ ചർച്ചകളുടെ പുരോഗതി വിലയിരുത്തുന്നുണ്ടായിരുന്നു. PV അൻവറിനെ UDF-ന്റെ പാളയത്തിൽ നിർത്തുക എന്നത് ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് താല്പര്യമുള്ള വിഷയമാണ്. കാരണം ലീഗിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ PV അൻവറിന്റെ ഭാഗത്തേക്ക് വോട്ട് മാറാതിരിക്കുകയും വോട്ട് സ്പ്ലിറ്റ് ആവാതിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ PV അൻവറിനെ UDF-ൽ നിർത്തുക എന്നുള്ളത് കോൺഗ്രസിനേക്കാൾ ഒരുപക്ഷെ താല്പര്യം അക്കാര്യത്തിൽ ലീഗിനുണ്ടായിരുന്നു എന്നത് പലപ്പോഴും ലീഗ് നേതാക്കളുടെ പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമായിരുന്നു. തന്നെയുമല്ല PV അൻവർ തന്നെ പലപ്പോഴും അത് അനൗപചാരികമായോ അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയോ ഒക്കെ സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി കോൺഗ്രസിലേക്ക് വന്നാൽ KPCC അധ്യക്ഷൻ K സുധാകരൻ, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല PV അൻവറിനെ ഒപ്പം നിർത്തണം എന്ന നിലപാടുള്ളവരാണ്. പക്ഷെ ഇക്കാര്യത്തിൽ വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നത് ആദ്യഘട്ടങ്ങളിൽ ചർച്ചകളിൽ പങ്കാളിയായ പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്. UDF-ലേക്ക് എന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെ മുസ്ലിം ലീഗ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി PV അൻവർ MLA. ET മുഹമ്മദ് ബഷീർ, PV അബ്ദുൽ വഹാബ് എന്നിവരുമായി ഡൽഹിയിലെത്തിയായിരുന്നു കൂടിക്കാഴ്ച നടന്നത്. KMCC-യുടെ പരിപാടിയിലും PV അൻവർ പങ്കെടുത്തു. ഇടതുമുന്നണി വിട്ട് ഡൽഹിയിൽ എത്തിയതിന് പിന്നാലെയായിരുന്നു ലീഗ് നേതാക്കളുമായുള്ള PV അൻവറിന്റെ MLA-യുടെ കൂടിക്കാഴ്ച. ET മുഹമ്മദ് ബഷീർ MP, അബ്ദുൽ വഹാബ് എന്നിവരുമായി അൻവർ കൂടിക്കാഴ്ച നടത്തി. KMCC-യുടെ പരിപാടിയിലും ലീഗ് നേതാക്കൾക്കൊപ്പം പങ്കെടുക്കുകയും ചെയ്തു.